ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബയോളജിക്കലി നമ്മളുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ന്യൂറോ കെമിക്കൽസിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഇമോഷൻ അനുഭവപ്പെടുന്നത്. ആൻഡ് ഈ വ്യത്യാസങ്ങളെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളാണ്. ഇതിനെ ക്രോണോളജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം എൻവയൺമെൻറ്റ് നമ്മളുടെ സെൻസ് ഓർഗൻസ് വഴി നമ്മളുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പട്ടിയെ കാണുകയാണ്. ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യാനായി നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൻ്റെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇവിടെ പട്ടിയെ കാണുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബ്രെയിൻ അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. ഇത് നമ്മളെ കൂടുതൽ അലേർട്ടാകാനും നമ്മളുടെ ശരീരത്തിന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ, അതായത് ഓടാനോ അടികൂടാനോ സഹായിക്കും. ബട്ട് നമുക്കറിയാം ഇത് ഇമോഷൻസിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമാണെന്ന്. നമ്മളുടെ നോർമൽ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവേശത്തിലെടുത്ത തീരുമാനങ്ങൾ, ദേഷ്യം വന്നപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, സന്തോഷത്തിൽ മതിമറന്ന് വെളിപ്പെടുത്തിയ പേഴ്സണൽ സീക്രറ്റ്സ് പോലത്തെ പിന്നീട് നമ്മളെ കുറ്റബോധം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം സൃഷ്ടിക്കപ്പെടും. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെൽഫ് അവയർനെസ്. നമ്മളുടെ ഇമോഷനും ആക്ഷനും ഇടയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. ഇമോഷൻ ഉണ്ടെന്ന് ഫീൽ അഥവാ സെൻസ് ചെയ്യുമ്പോഴാണ് അത് റിലേറ്റഡ് ആയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങുന്നത്. ആൻഡ് ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. മൃഗങ്ങളെപ്പോലെ തന്നെ നല്ലൊരു ശതമാനം മനുഷ്യരിലും ഈ ഒരു പ്രോസസ്സ്, അതായത് ഇമോഷൻ മുതൽ ആക്ഷൻ വരെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും നടക്കുക. സോ ഇതിൻ്റെ സ്പീഡ് കുറച്ച് റിയാക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് റെസ്പോൺസീവ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മളുടെ വികാരങ്ങളെക്കുറിച്ചും നമ്മളുടെ പ്രവണതകളെക്കുറിച്ചും നല്ല ബോധ്യം, AKA സെൽഫ് അവയർനെസ് ഉണ്ടാകണം. ആൻഡ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായ രണ്ട് കാര്യങ്ങളാണ് ജേർണലിംഗ് ആൻഡ് മെഡിറ്റേഷൻ. സ്റ്റെപ്പ് 2, ഇമ്പൾസ് കൺട്രോൾ. ബോധ്യവും വന്നാലും നമുക്ക് പ്രവണതകളെ മറികടക്കാൻ പറ്റണം എന്നില്ല. സോ കൺട്രോൾ പൂർണ്ണമായും നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പ് ബ്രീതിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമ്മളുടെ മനസ്സിനെ ഇമോഷൻസിൻ്റെ കൂടെ ഒഴുകാൻ അനുവദിക്കാതെ കാമാക്കി നമ്മളുടെ കൺട്രോൾ വീണ്ടെടുക്കാൻ സഹായിക്കും. ആൻഡ് പറ്റുവാണെങ്കിൽ ആ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് കുറച്ച് നേരം മാറി നിൽക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ആ ട്രിഗർ ഇല്ലാതായിക്കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂറോ കെമിസ്ട്രി വേഗത്തിൽ സ്റ്റേബിൾ ആകും. ഇമോഷൻസ് എല്ലായ്പ്പോഴും നമ്മെ വിട്ടുപോകണം എന്നില്ല. ചില പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ മൂലം നിരന്തരമായി ദേഷ്യം അല്ലെങ്കിൽ ദുഃഖം അനുഭവപ്പെടാം. നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ ഫേസുകളിൽ അമിതമായ ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്ട്രീം ഇമോഷൻ നമ്മെ പൂർണ്ണമായും ടേക്ക് ഓവർ ചെയ്യാം. ആൻഡ് ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് മെത്തേഡ്സ് ഉപയോഗിച്ച് എപ്പോഴും ഇവ മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ ഈ സാഹചര്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് എന്തുകൊണ്ടും ഫലപ്രദമായിരിക്കും.